എന്തുവായോ ഇതൊക്കെ? ഞാൻ അടുക്കള ബിസി ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കവറിടാൻ. ഞാനിവിടെ മീൻകറിയുടെ തിരക്കിൽ നിൽക്കുക. അത് എങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ മസാല കരിഞ്ഞു പോകത്തില്ലയോ? ഇവിടെ അവിടെ വെക്ക്, ഞാൻ മസാലയൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് കഷ്ണങ്ങൾ പറക്കി ഇടട്ടെ. ഇത് നീ തെള്ളി തന്നെങ്കിലേ ഉപ്പു ഉന്തി തരണം. ഞാൻ എങ്ങനെയും എടുത്തിടും. ഞാനൊന്ന് ഇത് റെഡിയാക്കട്ടെ. ഇത് ഇട്ടേച്ച് എനിക്കൊന്നും ചെയ്യാക്കത്തില്ല. ഒരറ്റം തള്ളി തരണം, എന്നാലേ ഒരറ്റം കെറുപ്പു. ഞാൻ അത് ചെയ്. ഹലോ, ഹെഡ്മിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്ന ഒരു രാത്രിയും ഒരു പകലും. ഇപ്പൊ കാണുന്നത് രാത്രിയിലത്തെ വീഡിയോ ആണ്. ഇത് വറ്റമീനാണ്, കറി വെക്കാൻ വേണ്ടിയാണ്. വൈകിട്ട് ജോസാൻ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നത്, ഭയങ്കര സന്തോഷത്തോടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണ്, ആകാംക്ഷയാണോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. അതായത് എനിക്ക് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, വലിയ സൗഹൃദങ്ങൾ ആരുമായിട്ടും ഡീപ്പ് സൗഹൃദങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു 15-16 വർഷം മുമ്പത്തെ ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ വരുന്ന ഒരു വ്ളോഗാണ്. അതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന്. അപ്പോ പുള്ളിക്കാരി ഞാനുമായിട്ട് പരിചയം ഒരു 15-16 വർഷം മുമ്പ് ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഓർക്കൂട്ടം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ കൂടിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അതായത് ജീവനോടെ ആദ്യമായിട്ട് മുഖാമുഖം കാണാൻ പോകുന്ന ദിവസമാണ് നാളെ. അതായത് ഇന്ന് രാത്രിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോ എന്താണ്, എങ്ങനെയൊക്കെയോ ഞങ്ങൾ രണ്ടുപേരും യൂട്യൂബേഴ്സായി മാറി എന്ന് പറയുന്നതാവും ശരി. പുള്ളിക്കാരത്തേക്കും ഒരു ചാനലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയമൊക്കെയാണ് ചാനൽ തുടങ്ങുന്നത് കേട്ടോ. അവളും ബ്യൂട്ടി ടിപ്സ് ഇട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൃഷിയിലാണ്. കൃഷിയുടെ ചാനലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ കൂട്ടത്തിൽ പറയട്ടെ, ഇത് എന്താണ്, കൊഴിജാളയെന്ന് പറയും. ഈ കൊഴിജാളയും കൊഴുവയും ഒന്നാണോ എനിക്കറിയില്ല. ഇത്രയും വലിപ്പമുള്ള കൊഴിജാള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊഴിച്ചാള, കൊഴിയാള എങ്ങനെ വേണേലും പറയാം. അപ്പോ ഇതും വൈകിട്ട് കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നതാണേ. അത് ഇത്തിരി ഒന്ന് ഐസായി പോയി, അത് വറക്കാൻ വേണ്ടി. അപ്പോ ഒരെണ്ണം കൂടെ ഞാൻ എടുത്തായിരുന്നു. ആദ്യം 3 മതി എന്നുള്ള ചിന്തയിലാണ് ഇട്ടത്. പിന്നെ ഒരെണ്ണം കൂടി വറക്കാൻ വേണ്ടി എടുത്തു. അപ്പൊ അതവിടെ കിടക്കട്ടെ. ഇത് അവിയലിന് വേണ്ടി ഉള്ള, ഞങ്ങളുടെ നാട്ടില് ഈ കഷണങ്ങൾ കൊണ്ട് അവിയൽ എന്ന് പറയും. അതായത് ഭൂമിക്കടിയിലുള്ള കഷ്ണങ്ങൾ, ചേന, ചേമ്പ്, കാച്ചില്, പിന്നെ കൂട്ടത്തില് ഏത്തക്കായ, ഇതൊക്കെ ഇട്ടിട്ടൊരു അവിയലുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടൊരു അവിയലിന് വേണ്ടിയാണേ. ഇതുണ്ട് ഫോൺ കൊണ്ട് വെച്ചേക്കുന്ന സ്ഥലം. എന്നിട്ട് കിടന്ന് തപ്പോട് തപ്പ് ഫോൺ വെക്കാൻ കണ്ട സ്ഥലം. പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട്, പുതിയ ലൈറ്റ് ഒന്നും അല്ല, നേരത്തെ ഉണ്ട്. അത് കത്തുന്നില്ലായിരുന്നു. അതിനെ റിപ്പയർ ചെയ്തിട്ട് ഫോൺ അതിൻ്റെ മണ്ടേ തന്നെ വെച്ചേച്ച് പോയി. കുറെ നേരമായിട്ട് ഫോൺ തപ്പുക. ഇന്ന് മിക്കവാറും കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു സമയമാകും. ഉണ്ട് മുറ്റം മൊത്തവും പൂച്ചക്കുഞ്ഞുങ്ങൾ, ഉള്ള പൂച്ചകൾ മൊത്തം പ്രസവിക്കുക. കുഞ്ഞുങ്ങൾ ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ചാട്ടം. പുതിയൊരു ബാച്ച് കൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ബാച്ച് ഇച്ചിരി വലിപ്പമായി. അടുത്ത ഒരാൾ പ്രസവിച്ചെന്ന് തോന്നുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിലെ ഓടുന്നത്. മീൻ അടുപ്പിലായി. ഫ്രൈ ചെയ്യാനുള്ളത് മസാല പുരട്ടി വെക്കണം. ഇനി അവിയലിന് അരിഞ്ഞ് വെക്കാം. അപ്പോൾ രാവിലെ എളുപ്പമാവുമല്ലോ. മീൻകറി തിളച്ചു. ഞാനിനി പറയുന്നത് കേട്ടാലേ നിങ്ങൾ വിചാരിക്കും എന്തോ അഹങ്കാരമാണ് പറയുന്നതെന്ന്. എങ്കിലും പറയട്ടെ, ഞാൻ മീൻകറി വെക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നും. സത്യമായിട്ട് എനിക്ക് പെർഫെക്റ്റ് റെസിപ്പി ഒരു പക്ഷേ ചിക്കൻ കറിയേക്കാളും ബീഫ് കറിയേക്കാളും മീൻ കറിയാണ് എൻ്റെ പെർഫെക്റ്റ് റെസിപ്പി. മറ്റേത് രണ്ടും
എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ ഉള്ള ആയിരിക്കില്ല ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ. പക്ഷേ മീൻകറിയുടെ കാര്യത്തിൽ ഒരു മാറ്റമില്ല, പെർഫെക്റ്റ് റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നും. മിടുക്കിന്ന് നിങ്ങൾ കരിഞ്ഞപ്പോൾ വട്ടാണ്. തിളയ്ക്കുന്നത് വരെ ഞാൻ അടച്ചിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇച്ചിരി അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് കൂട്ടുകാരിയുടെ കാര്യമല്ലേ. അപ്പോൾ ഇപ്പോൾ കൃഷി ചാനലിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല കൃഷി ഫാമിൽ നിന്നും അവരെ വീഡിയോ പ്രൊമോഷന് വേണ്ടി വിളിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സൗഹൃദം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. വാട്സപ്പിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടും, അല്ലാതെ എന്നും ഫോൺ വിളി, അല്ലെ മാസത്തിൽ ഒരിക്കൽ പോലും ഫോൺ വിളിയില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സൗഹൃദം എന്ന് പറയുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹവും ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ള ചിന്ത, എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വരുവാണെങ്കിലോ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുവാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ ഞങ്ങൾ തമ്മിൽ മെസ്സേജ് ഇടാറുണ്ട്. ഇത് നമ്മുടെ കൂട്ടത്തിൽ ഞാൻ വിശേഷവും പറയാം, കൂട്ടത്തിൽ ബാക്കി കാര്യങ്ങളും പറയാം. നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അരപ്പ് തയ്യാറാക്കിയതാണ്. അപ്പം കറിയുടെ ഇത്തിരി അരപ്പുണ്ടായിരുന്നു, അതും ഞാൻ ഫ്രൈ ചെയ്യുന്നതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിനെടുത്ത സാധനങ്ങൾ കണ്ടായിരുന്നല്ലോ, അതൊക്കെ ചേർത്ത് മീന് ഫ്രൈ ചെയ്യാനായിട്ട് പിടിപ്പിച്ച് വെച്ചാല് നാളെ ഫ്രൈ ചെയ്താൽ മതി. ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. ഈ കാർപ്പറ്റ് ഇവിടെ ഇട്ടതായി ഏറ്റവും ഇഷ്ടപ്പെട്ടെ. അതങ്ങ് ഭംഗിയായി. ഇടയ്ക്ക് കൊച്ചു വർത്താനം പറയാൻ ജോസാൻ അടുക്കളയിലുണ്ട് കേട്ടോ. ജോസാന് എന്നും ഒന്ന് പറയാൻ അതേ ഉള്ളൂ. അടുക്കളയില മാറ്റ് ഇട്ടത് ഭംഗിയായി. അതുപോലെ നമ്മുടെ എന്താണ് ജനലിന്റെ അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, പുല്ലിന്റെ, അതും നല്ല ഭംഗിയുണ്ട്, ഒരു ഫ്രഷ് ഫീൽ ആണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പറഞ്ഞ് കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിലാണ്. ഇനി നമുക്ക് വീണ്ടും ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഞങ്ങള് വലിയ കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നുമില്ല. കാരണം രണ്ടുപേരും ബിസിയാണ്. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നവർ എപ്പോഴും നല്ല തിരക്കായിരിക്കും കേട്ടോ. കാരണം വീഡിയോ എടുക്കുക, എഡിറ്റിംഗ് ചെയ്യുക, പുതിയ കണ്ടന്റ് കണ്ടെത്തുക, ഇതൊക്കെ എപ്പോഴും ബിസി ആയിരിക്കും. അപ്പോ ഒരു ആഴ്ച മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു, എഡിറ്റിങ്ങിനെ കുറിച്ച്, ഒരു സെറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു, 2 ദിവസം മുമ്പ് ഞാൻ നിന്റെ സ്വപ്നം കണ്ടായിരുന്നു, നിനക്ക് എന്തോ വയ്യാഴികയാണെന്നോ അങ്ങനെയൊക്കെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. എനിക്കെന്തോ വലിയ ഫീലായി അത് കണ്ടിട്ട്. കാരണം സാധാരണ ഒരു സ്വപ്നം കണ്ടാൽ അതങ്ങ് പോകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചില സ്വപ്നങ്ങള് ഇടയ്ക്കൊന്ന് ഉണർന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് വന്ന് കിടന്നിട്ട് വീണ്ടും അതിന്റെ ബാക്കിയായിട്ട് കാണും. അങ്ങനെ കണ്ട ഒരു സ്വപ്നമായിരുന്നു അതും. അന്നേരം ഞാൻ അവിടുത്തെ പറയുകയും ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അന്നേരം നിനക്ക് മെസ്സേജ് ഇടണമെന്ന് ഓർത്തു. കഥ അടയ്ക്കാൻ പോവാ കേട്ടോ. 10-11 മണിയായി. കഥ അടയ്ക്കുവാ, നീ ഇവിടെ ഇരിക്കുവന്നോ? ചെന്നേരി ഇവിടെ ഇരിക്കുവന്നോ? ഇവിടെ ഇരുന്നോ? ഞാൻ പോവാ, കഥ അടയ്ക്കട്ടെ. കുഞ്ഞൊറ്റയ്ക്കായി. ഇനി ആരുമില്ല ഇങ്ങോട്ട് വരാൻ കേട്ടോ. കേട്ടോ. അപ്പോൾ മീൻകറിയും വെച്ച് അവിയലിനും അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി. നമ്മുടെ സുന്ദരിയുടെ അടുത്ത്, ഞാനിപ്പോൾ അവളെ കിങ്ങിണിന്ന് വിളിക്കും, കിങ്ങിണിയുടെ അടുത്തും കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി കഴിഞ്ഞ ശേഷം പിറ്റേന്ന് രാവിലെയാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. രാവിലെ ഗോതയിൽ ഇറങ്ങിയിട്ടുണ്ട്. വെളുപ്പിനെ നേരത്തെ എണീറ്റു. കാരണം അവര് വരുന്നതിന് മുമ്പ് ഉച്ചക്കത്തെ എല്ലാം റെഡിയാക്കണമല്ലോ. അപ്പൊ നമ്മള് എന്തൊക്കെയാ, എവിടെ വരായിരുന്നു കഥ പറഞ്ഞത് നിർത്തിയത്? അങ്ങനെ വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഇട്ടു. അന്നേരം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കൊല്ലം ജില്ലയിൽ ഒരു വീഡിയോയ്ക്ക് ഒരാൾ കുറേ ആയിട്ട് വിളിക്കുന്നു, പിന്നെ വരാമെന്ന് മാറ്റി വെച്ചിരുന്നതാണ്. കൊട്ടാരക്കര എവിടെയാണ് സ്ഥലം, പക്ഷെ നീ കൊട്ടാരക്കരയല്ലേ, ഇത് കൊട്ടാരക്കരയല്ല, അവിടുന്ന് വേറെ ഒരു സ്ഥലമാണ്, വെളിയം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ദൈവമേ, വെളിയം ഞങ്ങളുടെ അടുത്തല്ലേ? ഞാൻ പറഞ്ഞു, ഞങ്ങളും കൊട്ടാരക്കര അല്ല, പ്രോപ്പർ കൊട്ടാരക്കര അല്ല, ഇത്തിരി ഉള്ളിലോട്ടാണ്. വെളിയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ റോഡിൽ കൂടാണ് നിങ്ങൾ പോകുന്നത്. അന്നേരം അവള് പറഞ്ഞു, എന്തായാലും ഞാൻ ആ ലൊക്കേഷനൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നിനക്ക് ലൊക്കേഷൻ ഇട്ട് തരാം. അപ്പം ആ നഴ്സറിയുടെ പേര് പറഞ്ഞപ്പോൾ ജോസാൻ പറഞ്ഞു, നമ്മുടെ ഇവിടുന്ന് അടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ചകിരിച്ചോറ് ഇവിടത്തേക്ക് മേടിച്ചത് അവിടുന്നാണെന്ന്.
അപ്പൊ പറഞ്ഞു വന്നപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 6-7 മിനിറ്റ് ദൂരേ ഉള്ളൂ ആ സ്ഥലത്തേക്ക്. ഞാൻ പലപ്പോഴും ജോസാന്റെ അടുത്ത് എനിക്ക് നഴ്സറി പോകണം, ഇവിടെ സദാനന്തപുരത്ത് വലിയൊരു കൃഷി ഫാം ഉണ്ട്. അപ്പൊ അവിടെ പോണം എന്ന് പറഞ്ഞപ്പോ ജോസാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഉടനാവട്ടത്തുണ്ടല്ലോ, അവിടെ പോകാമെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇത് ഞാൻ ബാത്റൂമിന്റെ അവിടെ ഇട്ടിരുന്നായിരുന്നു കേട്ടോ, പക്ഷെ അത് വീണ്ടും അടുക്കളയിലോട്ട് എടുത്തിട്ട് എനിക്ക് കുറച്ചുകൂടി സേഫ് ഇതാണ്. ഇപ്പൊ ഈ 2 എണ്ണം അടുക്കളയിലാണ് ഇട്ടിരിക്കുന്നത്, വേറെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അത് വേറെ ഇട്ടു. രണ്ടും പരസ്പരം ബന്ധമില്ലാത്ത 2 കളറുകൾ. അപ്പൊ വെള്ളമൊക്കെ ദാണ്ടെ ഫ്ലാസ്കിലോട്ട് എടുത്ത് ഓരോന്നും ഓർക്കുന്ന സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് പണി നടക്കുന്നുണ്ട്. അവിയലിന് കുറച്ച് കഷ്ണങ്ങള് അരിയാതെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കായയും മറ്റും ഒക്കെ ഫ്രിഡ്ജിൽ അരിഞ്ഞു വെക്കണ്ടല്ലോ, രാവിലെ അരിഞ്ഞാൽ മതിയല്ലോ, ചേമ്പും ഒക്കെ. അതൊക്കെ രാവിലെയാണ് അരിഞ്ഞത്. അപ്പൊ കഞ്ഞിക്ക് കലർത്തി വെള്ളം വെച്ചത് നന്നായിട്ട് വെട്ടിത്തിളച്ചു. അത് കുടിക്കാൻ വേണ്ടി മാറ്റിയിട്ട് വീണ്ടും കഞ്ഞിക്ക് വെള്ളം ഒഴിച്ചു വെച്ചു. അതിനുശേഷം അവിയലിനും അടപ്പയിലോട്ട് വെച്ചു. ഞാന് പറഞ്ഞല്ലോ ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ അവിയൽ വെക്കാറുണ്ട്. ഓതന്റിക് ആയിട്ട് ഉള്ള അവിയൽ റെസിപ്പി അല്ല ഇത്, ഈ രീതിയിൽ ഇവിടെ ചെയ്യാറുണ്ട്. കുഞ്ഞിലൊരട്ടെ എന്റെ വീട്ടിൽ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് ആവി വന്ന ശേഷം വേണമെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെക്കാം, അടുക്കി പിടിക്കാതിരിക്കാനായിട്ട്. ഞാൻ നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയ ശേഷം വെള്ളത്തിന്റെ ആവശ്യം അധികം വന്നില്ല, കാരണം ആ സവാളയുടെയൊക്കെ വെള്ളം ഇറങ്ങും. കുമ്പളങ്ങ ഉണ്ടായിരുന്നു, അതിന്റെയൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോഴത്തേക്ക് നമുക്ക് ചോറിന് വെച്ചിരുന്നത് വെള്ളം നന്നായിട്ട് തിളച്ചു. കഞ്ഞിക്ക് ചോറ്, അരി, ഓ എന്തൊക്കെയാണോ പറയുന്നത്, അരി എങ്ങോട്ട് ഇട്ടു. ഇതിനിടയ്ക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്തിരി ഒന്ന് ഇളക്കി വെള്ളം ഒഴിച്ച് വേവിച്ചാലും മതി. അതവിടെ കിടക്കട്ടെ. അപ്പൊ ഓരോ സാധനങ്ങളും എടുക്കാനുള്ള ട്രേകളും പഴം വെക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ ആയിട്ട് ട്രേകളൊക്കെ വേണമല്ലോ. ഓരോന്നോരോന്ന് മാറ്റി എടുക്കുകയാണേ. അപ്പോ അന്നേരം അവള് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കാണാം, ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ, ഇത് ചിലപ്പോ ഒരു ദൈവഹിതമായിരിക്കാം, നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഉച്ചക്കത്തെ ആഹാരം ഇവിടുന്നാക്കാം, പുറത്തുനിന്ന് കഴിക്കേണ്ട, അധിക ദൂരമില്ല, എന്തായാലും നമുക്ക് കാണാം, ഇവിടെ വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നഴ്സറിയിലോട്ട് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞപ്പോ പിറ്റേന്ന് വൈകിട്ടാണ് എൻ്റെ അടുത്ത് ദിവസം പറയുന്നത്, ഇന്ന ദിവസമാണ് വരുന്നത്, അതായത് വരുന്നതിന്റെ തലേന്നാണ് പറയുന്നത് ഇന്ന ദിവസം ഞങ്ങൾ വരുമെന്ന്. അങ്ങനെ പെട്ടെന്നുള്ള പാചകമാണ് കേട്ടോ, വരുന്നതിന്റെ തലേന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് വൈകിട്ട് പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നതും ഈ സംഭവങ്ങളൊക്കെ തട്ടിക്കൂട്ടുന്നത്. നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് ആദ്യം ചോദിച്ചാൽ പറഞ്ഞത് നമുക്ക് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ ഉണ്ടാക്കാന്ന്. നമ്മൾ ചോദിച്ചാൽ അത് നടക്കത്തില്ല, കാരണം മറ്റൊന്നുമല്ല, ഇടയ്ക്ക് പാക്കിങ്ങും നടക്കണം, കൊറിയർ അയക്കാൻ പോണം, പിന്നെ എല്ലാം കൂടെ. ഞാൻ പറഞ്ഞ അതിനേക്കാളും എളുപ്പം എനിക്ക് സാധാ നമ്മുടെ ഫുഡ് വെക്കുന്നതാണ്. അങ്ങനെയാണ് പിന്നെ സാധാ ഫുഡ് ആക്കിയത്. അപ്പൊ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പം ഞാൻ പറഞ്ഞെങ്കിൽ പുട്ടിന് നനച്ചതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ബാക്കി പൊടിയെടുത്ത് പാത്രത്തിൽ വെച്ച് ഇച്ചിരി വെള്ളം തളിച്ച് വെക്കും. നമ്മൾ രാവിലെ പിറ്റേന്ന് എപ്പം പുട്ടിന്റെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പലരും അത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ജഗ്ഗും വെള്ളം കൂടെ പിടിയെ പിടിക്കല്ലേ, നിറച്ചുണ്ട് വെള്ളം. തൽക്കാലം അങ്ങോട്ട് ഇരിക്കട്ടെ. അങ്ങനെ പിടിക്കാതെ ഒടിഞ്ഞു പോയാൽ എനിക്ക് പേടിയാ. സുപ്രഭാതത്തിൽ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. തേങ്ങയൊക്കെ നേരത്തെ തിരിഞ്ഞു മേയിച്ചിരുന്നു. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തലേന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് ഒരുക്കി വെച്ചാൽ നമുക്ക് പിറ്റേന്ന് സംഭവം എല്ലാം എളുപ്പമാകും കേട്ടോ. അപ്പൊ പുട്ടിനിതാ നന്നായിട്ട് ആവി വന്നു. പഴം കൂടെ എടുത്തു. കടയിൽ ആരെങ്കിലും വരും കണ്ടോളെ. അതച്ചട്ടോ ദിവസം കഴിക്കാൻ എടുക്കുമ്പോ നല്ലും വരും. കണ്ടോളാം. ഞാനൂടൊന്നും ഉണ്ടാക്കി ഞാൻ കഴിക്കട്ടെ. അത് ജോസാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു. നീയൂടങ്ങ് ഉണ്ടാക്കി കഴിക്കടി, പിന്നെ ആണെങ്കിൽ സമയം കിട്ടത്തില്ല, തിരക്കായി പോയ, അതുകൊണ്ട് നീ കഴിക്കുന്നു പറയുമെന്ന് പ്രതീക്ഷിച്ചു. ഇനി എന്തോ ഒരു 11 മണി ആകുമ്പോഴത്തേക്ക് എല്ലാം ഒതുങ്ങണം. ഇന്നിപ്പോ 9 മണിയായി. പക്ഷെ മഞ്ഞപ്പൊടി ഇല്ല, എടുത്തു തരുമോ?
ഇന്നലെ തിളപ്പിച്ച വെള്ളമൊന്നും അതിപ്പോ നീ തിളപ്പിച്ചതാ. ഇന്നലത്തെ കണ്ട മറ്റേ ജഗ്ഗിലുണ്ട്, അത് എടുക്കണേ. ചൂടുവെള്ളം വേണമെങ്കിൽ ഇടും. അല്ല, ചൂടോടി ഞാൻ വിചാരിച്ചു ഇന്നലെ തിളപ്പിച്ചു. ഓൾറെഡി മോര് കാച്ചുന്നുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചുവെങ്കിൽ ഇച്ചിരി പരിപ്പൂടെ വെക്കാം. അന്നേരം ദിവസം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ വൻപയറുണ്ടല്ലോ, ഇത്തിരി മത്തങ്ങയും കായുണ്ടേ, കായൂടെ ഇട്ട് എരിശ്ശേരി പോലെ വെക്കുന്നു. അപ്പൊ പിന്നെ വിചാരിച്ചു എങ്കിൽ അങ്ങനെ ആക്കാന്ന്. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് അങ്ങനെ ആക്കി. ആദ്യമായിട്ടാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഈ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ചൂടുപുട്ടും പഴം, ചമ്പാപ്പുട്ട്. ദിവസം എടുത്തിച്ച മഞ്ഞൾപ്പൊടി കടയിലാണ് ഫുള്ള്. അതിച്ചിരി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുറേ നേരമായി. അവിയലിന് ചതച്ചേരനെ അതങ്ങ് റെഡിയായിനി. അപ്പൊ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു. അതിനുശേഷം നമ്മുടെ അവിയലിന്റെ അരപ്പ് അങ്ങോട്ടിട്ട് തട്ടിപ്പൊത്തി വീണ്ടും അടച്ചു വെച്ചു വേവാനായിട്ട്. ഇത് കഷ്ണങ്ങൾ നമ്മുടെ എന്താണ് മറ്റുള്ള കഷ്ണങ്ങളായത് ചേമ്പ് കാച്ചില്, ഇങ്ങനെയൊക്കെയുള്ള കാച്ചിലില്ല, ചേമ്പും വിത്തും അങ്ങനെയൊക്കെയുള്ളതായതുകൊണ്ട് തന്നെ ഇത്തിരി ലൂസായിട്ടിരുന്നാലും തണുക്കുമ്പോൾ ഇച്ചിരി കട്ടിയാവും. ലാസ്റ്റിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെക്കാം. അപ്പൊ രാത്രി കിടക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം. അന്നേരം നമുക്ക് എല്ലാം കൂടെ എന്താണ്, വലിയ കറികളൊന്നും വെക്കുന്നില്ല, ചുരുക്കം കറികൾ തോരനൊക്കെ ഉള്ളൂ. എങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യണമെന്നുള്ളതേ. അന്നേരം പെട്ടെന്ന് നമുക്ക് അയ്യോ അടുത്തത് എന്തോ ചെയ്യണ്ടേ, ഇതെന്തോ ചെയ്യണ്ടേ, അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. ഒരു പ്ലാൻ നമ്മുടെ ഓൾറെഡി മനസ്സിലുണ്ടെങ്കിൽ. രാവിലെ സാറ് വന്നല്ലോ. എന്തോ സുന്ദരി പെണ്ണെ, സുന്ദരി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? രാവിലെ തന്നെ വന്നല്ലോ എനിക്ക് കൂട്ടിന്. അപ്പൊ അതെല്ലാം ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങൾ വെക്കേണ്ട പാത്രങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മത്തങ്ങ എൻ്റെ കയ്യിലുണ്ട്, കായുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് എരിശ്ശേരി പോലെ വെക്കാമെന്ന് വെച്ചു. ഈ സമയം കൊണ്ട് മീൻ ഫ്രൈ ചെയ്യാനുള്ള, ഞാൻ എപ്പോഴും പറയുമല്ലോ ആദ്യം തന്നെ മീൻ അങ്ങ് ഫ്രൈ ചെയ്യാനിടും. കാരണം ഈ മീനെന്ന് പറയുന്നത് നന്നായിട്ട് അതിന്റെ ദശ ഭയങ്കര കൂടുതലാണ്, ഉൾഭാഗം കൂടുതലാണ്, വേവാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ചെറു തീയിൽ ഇങ്ങനെ ഇട്ടിരുന്നാല് സാവധാനം അത് വെന്തോളും. അത് വേവാൻ നല്ല സമയം എടുക്കുന്ന മീനാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് കറി വെക്കാനും നല്ല സൂപ്പർ മീനാണ്. ഇത്രയും വലിപ്പമുള്ള കൊഴിചാള ഞാൻ കണ്ടിട്ടില്ല. ഒരു എന്താണ് വീഡിയോയിൽ ഇന്ന് വലിപ്പം കുറവായിട്ടാ തോന്നിക്കുന്നത്. ചെറിയ ഒരു ചൂരക്കുട്ടി എന്നൊക്കെ പറയത്തില്ലേ, അത്രയും വലിപ്പം ഉണ്ടായിരുന്നു ആ മീന്, അത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവര് വരുമെന്ന് പ്ലാൻ ചെയ്തു, തീരുമാനിച്ചു. ഇവിടെ വന്നിട്ടേ കഴിക്കത്തുള്ളൂ എന്നും തീരുമാനിച്ചു. അതിനുശേഷമാണ് ഓരോ കാര്യങ്ങളും തുടങ്ങിയത്. രാവിലെ ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു. ഞാൻ തലേന്നെ പറഞ്ഞായിരുന്നു ഇറങ്ങുന്ന ഉടനെ ഒരു മെസ്സേജ് ഇടണേന്ന്. വെളുപ്പിന് ഒരു 5:30 കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങിയായിരുന്നു തോന്നുന്നു, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. രാവിലെ മെസ്സേജ് വന്നായിരുന്നു ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പൊ വെയിലാണല്ലോ, അതിനു മുമ്പ് വീഡിയോ എടുത്ത് വെയിലത്ത് ഷൂട്ടിങ് ബുദ്ധിമുട്ടാണല്ലോ, പ്രത്യേകിച്ച് നഴ്സറികളുടെ എന്നൊക്കെ പറയുമ്പം വെയിലത്തുള്ള പണിയാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ ജോസൻ കുറെ നാളായിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ ഒരു നഴ്സറി ഉണ്ട്, നിനക്ക് എന്തെങ്കിലും തൈകൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാം, വേണമെങ്കിൽ നിനക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ. ഞാൻ ഈ വീട്ടിനകത്തുനിന്ന് ഇറങ്ങാനുള്ള മടി കാരണമാണ് എങ്ങും പോവാത്തത്. ഇപ്പോഴും കുറെ നാളെ ഇവര് അവിടെ നല്ല തൈകളുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇതുവരെ അങ്ങോട്ടൊന്നും പോയില്ല. ഇനിയൊന്ന് പോണം, എനിക്ക് കുറച്ച് തൈകളും ഒക്കെ വേണം. ജോസൻ ഇടയ്ക്ക് എന്തോ കൊക്കറി കാണിച്ചിട്ട് പോയി കേട്ടോ വീഡിയോയുടെ മുമ്പില്. അപ്പൊ കറിയുടെ സംഭവങ്ങളും അരിഞ്ഞെടുത്തു. ഇനിയാണ് ട്രാജഡി എന്ന് പറഞ്ഞാല് നല്ല ഒന്നാം തരം ട്രാജഡിയാണ്. ഞാനാണെങ്കിൽ 2-3 ദിവസത്തെ വീഡിയോ എന്റെ മൊബൈലിലുണ്ടായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയും ചെറിയ 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 ക്ലിപ്സ് ആയിട്ട് കുറേ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ എരിശ്ശേരി വെന്ത് കഴിയുന്നത് വരെയുള്ള വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഒറ്റ ക്ലിപ്സും പ്ലേ ആവുന്നില്ല. ഫോമാറ്റ് സപ്പോർട്ടല്ല എന്നുള്ളതാ കാണിക്കുന്നത്. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു, പല സംഭവങ്ങളും കിട്ടി. ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് അതിനകത്തൊരു ഇത് കിട്ടി, എങ്ങനെയാണ് അത് റിക്കവർ ചെയ്യേണ്ടത്. പക്ഷേ ആ വീഡിയോ ചെയ്തയാള് അത് നേരത്തെ പറഞ്ഞില്ല, നമുക്ക് എല്ലാ ഫയലും റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ഫയലേ റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എങ്കില് ഞാന് അയ്യോ എന്റെ കൂട്ടുകാരി ആരാന്ന് പറഞ്ഞല്ലോ, ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആനിയും ആനിയുടെ ഹസ്ബൻഡ് സ്റ്റീഫനും, അവരാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല.
പയർ ഉടയ്ക്കാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ വേവാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ നമ്മുടെ ബീറ്റർ എടുത്തിട്ട് അതുകൊണ്ടാണ് നന്നായിട്ട് ഉടച്ചെടുത്തത്. അപ്പോ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും അവര് വന്ന ശേഷം അനി ഞാനോടുള്ള കെട്ടിപ്പിടുത്തവും ഉമ്മവെപ്പും സന്തോഷം പങ്കിടലും, ദൈവമേ എന്തോരം വീഡിയോസ് ആണ് എടുത്തതെന്നറിയാമോ? ഉച്ചയ്ക്ക് കഴിക്കുന്നതും അനി ഓൾറെഡി പറഞ്ഞായിരുന്നു നിന്റെ വീഡിയോയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് ഫുഡിന്റെ ഒക്കെ നീ വീഡിയോ എടുക്കുക എന്നിട്ട് എനിക്ക് തന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ. 2 ചാനലിനു വേണ്ടിയുള്ള ഇൻട്രൊഡക്ഷനും എന്റെ മൊബൈലിലാണ് എടുത്തത്. പല കാര്യങ്ങളും എന്റെ മൊബൈലിലാണ് എടുത്തത്. പക്ഷെ എന്റെ മൊബൈൽ ഇത്രയും പണി തരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, റിക്കവർ ചെയ്യാവുന്ന ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ റിക്കവർ ചെയ്തു. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ അവര് വന്നതിന് ശേഷമുള്ള വീഡിയോയെ ഞാൻ റിക്കവർ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷെ അത് അറിയില്ലായിരുന്നു. എന്റെ കുക്കിങ്ങിന്റെ കുറച്ച് വീഡിയോസ് ആണ് ഞാൻ ഈ വീഡിയോയും അങ്ങനെ റിക്കവർ ചെയ്തെടുത്തതാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വിഷമം എനിക്ക് വേറെയില്ല. പിന്നെ ആനിയുടെ കയ്യിൽ 1-2 ക്ലിപ്സ് ഉണ്ടായിരുന്നു, അതെനിക്ക് അയച്ചു തന്നു. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലെ ക്യാമറയിൽ നിന്ന് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് ലാസ്റ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇതുപോലൊരു ട്രാജഡി പിടിച്ച ദിവസം ഞങ്ങളുടെ എന്നത്തേക്കുള്ള ഒരു മെമ്മറി ആയിരുന്നു ആ വീഡിയോസും. കുറെ ഫോട്ടോസ് എടുത്തായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ. ആ ഫോട്ടോയൊന്നുമില്ല, വീഡിയോസ് ഒന്നുമില്ല. ആ ആനിയുടെ അടുത്ത് പറഞ്ഞപ്പോ അവള് പറഞ്ഞത് നിന്റെ കുറ്റം കൊണ്ടല്ലേ, ഞാനല്ലല്ലോ ഉത്തരവാദി, ഇങ്ങനെ പറഞ്ഞു അവള്. കാരണം അത്രയ്ക്ക് 16 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നേരിട്ട് കാണുവാണ്. ആ ഒരു ആൻസൈറ്റിയും ആ ക്യൂരിയോസിറ്റിയും ആ ഹാപ്പിനെസ്സും എല്ലാം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ട്രാജഡി ഈ വീഡിയോയിൽ നടന്നു. ഊണിന് വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. മീൻകറി, മീൻ ഫ്രൈ, മോരുകറി, പരിപ്പ്, പപ്പടം, തോരൻ, അച്ചാറ്, ഒരു സലാഡ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. അവിയല്, ഇത്രയേ ഉള്ളായിരുന്നു. അപ്പൊ ഇതാണ് എന്റെ കൂട്ടുകാരി. അവര് വന്നത് അങ്കമാലി നിന്നാണ് കേട്ടോ. ഞാനിവിടെ അവള് പറയുമായിരുന്നു നീ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരാമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. കാരണം ലോങ് ട്രാവൽ അല്ലേ. ഈ വീഡിയോ അനിയുടെ മൊബൈലിൽ എടുത്തതാണ്. ആഹാരത്തിന് ശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. സംസാരിച്ചിട്ടും തീർന്നില്ല കേട്ടോ. കാരണം വർഷങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു ഫീലിംഗേ ഇല്ലായിരുന്നു. കണ്ട എല്ലാവർക്കും ഓരോ കളറിലെ ചായ, ഒരെണ്ണം മധുരം ഉള്ളത്, ഒരെണ്ണം മധുരം ഇല്ലാത്തത്. എങ്ങനെയാണ് മെനു? ഒരു ഇല കൂട്ടി പിടിച്ചൊന്ന് ഞെക്കി നോക്കി. ഞാൻ വിചാരിച്ച അരക്കായിരിക്കും അരക്കുന്നല്ലേ ഇതിന്റെ മുകളിലേക്ക് നോക്കി. ഇത് ഇങ്ങനെയല്ല, കുറച്ച് കഴിയുമ്പോഴല്ലേ നിറച്ച ഈ കൊമ്പാണ് ഉണങ്ങിപ്പോ. ഞാൻ വിചാരിച്ച ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കണ്ടാ ഞാൻ ഇല്ലാത്ത ശിഖരം ഇല്ല. ഇനി ഇതിനകത്ത് അപ്പൊ സ്റ്റീഫൻ ചേട്ടൻ നല്ലൊരു കർഷകനാണ് കേട്ടോ. കൃഷിയെ കുറിച്ച് ടു ഇസഡ് പുള്ളിക്കാരൻ അറിയാം. അപ്പൊ നമ്മുടെ വിയറ്റ്നാമേറിൽ ഇതുവരെ കൂത്തില്ലെന്ന് പറഞ്ഞപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു, എന്തോ ചെയ്യണ്ടേന്നൊക്കെ, ഓരോന്നിന്റെയും കാര്യങ്ങൾ. പുള്ളിക്ക് ഭയങ്കര നോളജ് ആണ് ഇതില്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൃഷി ചാനലുണ്ട്, കൃഷി ലോകം. അത് കണ്ടാൽ മതി, കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അതിനകത്തുനിന്ന്. ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞപ്പോ തൊട്ടേ പോകാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങള് പിന്നെയും പറഞ്ഞ് ഇച്ചിരൂടെ കഴിയട്ടെ, ഇച്ചിരൂടെ കഴിയട്ടെ. എത്രയോ നാളിന് ശേഷമാണ് സ്വന്തം വണ്ടിയിലല്ലേ വന്നേ, ഇത്തിരി ലേറ്റായി വീട്ടിൽ ചെന്നാൽ എന്തോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ്. ഏകദേശം ഒരു 4 മണിയായെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ. അവര് പക്ഷെ തിരിച്ച് വീട്ടിലെത്തിയപ്പോ രാത്രി 11 മണി കഴിഞ്ഞു. കാരണം ആ സമയം എന്ന് പറയുന്നത് ഭയങ്കര ട്രാഫിക് ഉള്ള സമയമാണല്ലോ. അപ്പൊ ഇതൊക്കെ എനിക്ക് എന്റെ ക്യാമറയിൽ നിന്നും കിട്ടിയതാണ്, വീട്ടിലെ ക്യാമറയിൽ നിന്നും കിട്ടിയതാണ് കേട്ടോ. അപ്പൊ വന്നിട്ട് കുറേ ദിവസങ്ങളായി. എനിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ഇത്രയും ലേറ്റ് ആയതാണ്. കാരണം ക്ലിപ്സുകളും ഇല്ല. അതനുസരിച്ച് ആനിയുടെ നിന്നും ക്ലിപ്സ് മേടിച്ചു, ക്യാമറയിൽ നിന്നും ഒക്കെ എടുത്തു. അങ്ങനെ കുറെ സമയവും പോയി. അതുകൊണ്ടൊക്കെയാണ് ലേറ്റ് ആയത്. ഞാൻ വലിയ കാര്യത്തിൽ ക്യാമറ സ്റ്റിക്കും ക്യാമറയായിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടോ. പക്ഷെ 8ന്റെ പണി തന്ന ഒരു മൊബൈലാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ജോസനോട് പറയണ, ജോസന എനിക്കൊരു മൊബൈൽ മേടിക്കണം, അത്യാവശ്യമാണ്, എപ്പോഴാ ഇത് പണി തരുന്നതെന്ന് അറിയത്തില്ലെന്ന്. അപ്പൊ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇത് കേട്ടോ. ഇടിച്ചക്ക, ഇടിയൻ ചക്ക എന്ന് പറയും. അവർക്ക് പ്ലാവൊക്കെ ഇഷ്ടം പോലുണ്ട്. പക്ഷേ വലിയ ചക്ക ആവുന്നതിന് മുമ്പ് തന്നെ ഇടിയൻ ചക്കയായിട്ട് വിൽക്കുവാണ്. അതായത് ഓരോരുത്തർക്ക് അങ്ങനെ വിൽക്കുവല്ല, അടങ്കൽ കൊടുക്കുക എന്ന് പറയത്തില്ലേ, കടക്കാർക്ക് മൊത്തത്തില് അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കൊണ്ടുതരണേന്ന്. പക്ഷെ എല്ലാം വെട്ടിക്കളഞ്ഞു, കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ കയ്യെത്തുന്നിടത്ത് 2 പപ്പായ ഓമയ്ക്ക ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്ന്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പപ്പായ പ്രേമം നമുക്ക് അറിയായിരിക്കും. ചിക്കു കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു, യോ ഞാൻ പേര് മറന്നുപോയെന്ന്. കുറെ പേര് കമന്റ് ഇട്ടു, സപ്പോർട്ട.
ശരിയാണ്, ഞങ്ങളുടെ നാട്ടിലും സപ്പോട്ട എന്നാണ് പറയുന്നത്. അത് മലയാളം നെയിം ആയിരിക്കാം, സപ്പോട്ട എന്നാ പറയുന്നത്. ഇതും എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഉണ്ടമുളക് ഭയങ്കര എരിയാണ്. ഒറ്റ മുളക് ഇട്ടാ മതി. എന്റെ പൊന്നോ, ഒരു സാമ്പാറിനൊക്കെ നമുക്ക് ഈ ഒറ്റ ഒരെണ്ണം ഇട്ടാൽ തന്നെ ഭയങ്കര എരിയാണ്. അതിൽ നിന്നും പഴുത്തത് 2-3 എണ്ണം ഞാൻ മാറ്റി ഒരെണ്ണം മേലെ വീട്ടിലും കൊടുത്തു. കാരണം എനിക്ക് എന്ത് തൈ ഉണ്ടെങ്കിലും അവിടുന്ന് തരാറുണ്ടേ. നമ്മുടെ എന്താണ് ആഫ്രിക്കൻ മല്ലിയും ചേമ്പിന്റെ ചീരച്ചേമ്പും ഒക്കെ അവിടുന്നാണ് തന്നത്. ഇത് മണിത്തക്കാളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവള് വിത്തിന് വേണ്ടി കൊണ്ടുവന്നെയാണ്. എനിക്ക് ഇതിൽ നിന്ന് പറയത്തക്ക രീതിയിൽ വലിയ വിത്തൊന്നും കിട്ടിയില്ല കേട്ടോ. അതൊരു മെനക്കെട്ട തക്കാളിയാണ് ഈ മണിത്തക്കാളി എന്ന് പറയുന്നത്. കുഞ്ഞു മണിമണിയുടെ കൂട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം മണിത്തക്കാളി എന്ന് പറയുന്നത്. എനിക്ക് വിത്തൊന്നും കിട്ടിയില്ല. അത് വെറുതെ കഴിക്കാൻ നല്ലതാണ്. കുറെ എന്താണ് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ മണിത്തക്കാളിക്ക് കേട്ടോ. വേറെ എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. എനിക്കിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പിന്നെ കൊണ്ടുവന്നതാണ് 2 ചക്ക. ഒരെണ്ണം നന്നായിട്ട് പഴുക്കും, മറ്റേതല്ലാതെ ചെയ്യേണ്ടെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിലും ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോ വിചാരിക്കും എല്ലാ അബദ്ധമാണല്ലോ എന്ന്. ആ അബദ്ധമല്ല, ഇത് വീഡിയോ കിട്ടാത്ത അബദ്ധമല്ല, വേറെ ഒരു സംഭവം ഞാൻ ഉടനെ വീഡിയോയിൽ കാണിക്കാം. അപ്പോ 2 ചക്കയും കൊണ്ടുവന്നു, അതും അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ദുപ്പട്ട കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ എടുത്തിരുന്നു, അത് കിട്ടിയില്ല. ഞാൻ അടുത്ത ഒരു വ്ളോഗിൽ കാണിക്കാം. ദുപ്പട്ടയും പിന്നെ പേനയുടെ കൂട്ടുള്ള ഒരു പെർഫ്യൂമും കൊണ്ടുവന്നിരുന്നു. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. കൂട്ടുകാർ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര സന്തോഷമല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നേരിട്ട് കാണാതെ ഒരു സൗഹൃദം കണ്ടിന്യൂ ചെയ്യുക, വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കാണുക, ഇതൊക്കെ ഭയങ്കര എന്താണ്, ആർക്കൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ലൈഫിൽ ഇത്രയും വർഷങ്ങൾ നേരിട്ട് കാണാത്ത ഒരു സുഹൃത്തിനെ ആദ്യമായിട്ട് കണ്ടു എങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇട്ടേരെ കേട്ടോ. അപ്പൊ അവള് കൊണ്ടുവന്ന ഒരു ചിക്കു പഴുത്തതായിരുന്നു, അത് കഴിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങള്. അപ്പം അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.